നമസ്കാരം. മാച്ച് മേക്കിംഗ് സ്റ്റോറിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി, മാച്ച് മേക്കിംഗ് കൺസൾട്ടൻറ്റ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്റ്റോറി, കുറച്ചധികം സ്റ്റോറികൾ കേൾക്കുന്നുണ്ട്. ഈ സ്റ്റോറികളെ എല്ലാവരും കേൾക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറികളിലൂടെ വിവാഹാലോചന നോക്കുന്ന ഓരോരുത്തർക്കും സഹായകരമാവുന്ന ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് പോകുന്നു. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട, അതായത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. ആ പ്രണയ വിവാഹത്തിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ വരികയും ഭർത്താവിനെ അവരെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടുപോവുകയും ആ സ്ത്രീ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ വേറെ തർക്കത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ തന്നെ അവർ മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ആ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്ന ടൈമിന് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യമാണ് എന്ന് ഞാൻ പറയുന്നത്. വളർന്നു വലുതായി വിവാഹപ്രായം എത്തിയപ്പോൾ ആൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വിവാഹാലോചന നോക്കുന്ന കാര്യത്തിൽ ആ സ്റ്റോറിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഈ പറയുന്ന ഗ്രൂമിനെ പരിചയപ്പെടുന്ന ടൈമിന് കോള് എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, മാരേജിൻ്റെ ഓഫീസിൽ നിന്നാണോ? ഞാനിപ്പോൾ വിവാഹാലോചന നോക്കുന്നില്ല. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ വിചാരിച്ചു അമ്മയാണോ എന്ന് ചോദിച്ചു. അമ്മയാണോ എന്ന് ചോദിക്കാൻ അത് ഏകദേശം ഒരു സ്ത്രീയുടെ സ്വരം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അമ്മയാണോ എന്ന് ചോദിച്ചത്. അമ്മയല്ല, ഞാൻ വിവാഹാലോചന നോക്കുന്ന ആൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഇപ്പോൾ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ആളുടെ പ്രൊഫൈലിലുണ്ടായിരുന്നു ആൾ അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഫോട്ടോ ഇല്ലായിരുന്നു പ്രൊഫൈലിൽ. കൂടുതൽ ഫോട്ടോ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ മാരേജിൻ്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അങ്ങനെ ഒരു പറയാൻ ആളെ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്നുള്ള ചോദിച്ചു. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് നാളായിട്ട് ആലോചനകൾ നോക്കുന്നുണ്ട്. കുറച്ച് നാൾ എന്ന് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞോണം വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ട്. കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചു, കുറച്ചധികം പേയ്മെൻറ്റുകൾ ചിലവഴിച്ചു. പേയ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ സമയവും പോയില്ലല്ല, എന്നിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ്. അപ്പം വീണ്ടും നോക്കണോ എന്നുള്ള അല്ലെങ്കിൽ എനിക്ക് നോക്കി ഇനി നടക്കൂ എന്നുള്ള ഒരു സാധ്യത ചോദിച്ചാൽ എന്ത് പറ്റി ഇത്രയും ഈ രീതിയിൽ ചിന്തിക്കാനെന്നുള്ളത്. അത് എനിക്ക് ഹൈറ്റ് കുറവാണ്, അതോടൊപ്പം തന്നെ ഞാൻ തീരെ മെലിഞ്ഞതുമാണ്. അതിനെന്താ, നമുക്ക് നോക്കാമല്ലോ. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ ഉറപ്പായിട്ടും എവിടെ നിന്നായിരുന്നാലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എത്ര നോക്കിയിട്ടും നടന്നില്ലെങ്കിൽ, നമുക്കൊരു കാര്യം നടക്കാതെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും അത് നടക്കുന്നിടത്തോളം ആ സാധ്യത ഉണ്ടെങ്കിൽ ആ ടൈമോളം നമ്മൾ നോക്കുക എന്നുള്ള പറഞ്ഞു. അപ്പം എന്തോ വാക്കുകൾ കേട്ടത് കൊണ്ടായിരിക്കാം, ആൾക്കൊരു പ്രതീക്ഷ തോന്നിയത് കൊണ്ടായിരിക്കാം ആ ഒരു കോള് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോയി. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ആളിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ ആളിനെക്കുറിച്ച് ചോദിച്ചു, ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് എത്ര നാളായി? അത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി എന്നുള്ള കാര്യം പറഞ്ഞു. ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ എല്ലാം ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആളുടെ കഥയിലേക്ക്, ആ ജീവിതത്തിൻ്റെ ആളുടെ തന്നെ സ്റ്റോറിയിലേക്ക് വന്നു. ഈ പറഞ്ഞ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതിൽ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടു. അച്ഛനില്ല എന്ന് പറഞ്ഞു, അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ടതാണ്. അമ്മയുടെയും അച്ഛൻ്റെയും പ്രണയ വിവാഹമായിരുന്നു. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെ അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അച്ഛനെക്കുറിച്ച് കണ്ടിട്ടില്ല, പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളാണ് അറിയാവുന്നത്. അമ്മ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ തന്നെ അമ്മയുടെ വീട്ടിലേക്ക് വരികയും അമ്മ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും, അമ്മേനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്ത് എന്നെ പഠിപ്പിച്ചു. ഞാനിവിടെ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ സ്വന്തമായിട്ടുള്ള വീട്ടിലാണോ താമസിക്കുന്നത്? തീർച്ചയായിട്ടും, പക്ഷേ വീട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നു. ഞാൻ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുറത്തേക്ക് പോയി. അവിടെ ഇപ്പോൾ നിലവിൽ നല്ല നിലയിലാണ്, നല്ല സാലറി ഉണ്ട്. അതുപ്രകാരം തന്നെ ഞാൻ എന്ത് ചെയ്തു, നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. ഞങ്ങളുടെ ഈ പറയുന്ന ബന്ധുക്കളുടെ അടുത്ത് തന്നെയാണ് കുറച്ച് സ്ഥലം വാങ്ങിച്ചത്. അവിടെ ഒരു വീടും വെച്ചു. വീട് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ +2 ഡിപ്ലോമ ആണെങ്കിലും ആളുടെ നിലവിലത്തെ ജോലി, ഇപ്പോൾ നാട്ടിലത്തെ വരുമാനം, അവിടെ കിട്ടുന്ന വരുമാനം ഇവിടെ നാട്ടിൽ എത്രയാണെന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആളുടെ ഫോട്ടോ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയും, ഒരു കാര്യം ചെയ്യും, കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു, ഇനി ഒന്ന് ഫോട്ടോ ഗ്രഹനില എന്തായിരുന്നാലും ഒന്ന് ഷെയർ ചെയ്തേക്കും. നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇതിലും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആളുടെ സ്റ്റോറിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഉറപ്പായിട്ടും
എനിക്ക് ആ ആൺകുട്ടീനെ, ആ ഒരു ഗ്രൂമിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി. ചില സ്റ്റോറികൾ ദിവസേന ഓരോ സ്റ്റോറികളും കേൾക്കും. പക്ഷേ ചില സ്റ്റോറികൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആൾക്ക് വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഈ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ പറഞ്ഞതുപോലെ തന്നെ തീരെ മെലിഞ്ഞിട്ട് ഹൈറ്റ് കുറവുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് ആളുടെ ഒന്ന് നേരിട്ട് കാണണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഈ സർവീസ് സപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്യണം, ഒന്ന് നേരിട്ട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അത് പറഞ്ഞ പ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ ആൾ നേരിട്ട് ഓഫീസിലേക്ക് വന്നായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈറ്റ് കുറവായിരുന്നു, തീരെ മെലിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ആളുടെ സംസാര രീതി, പിന്നെ ആൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഒന്നും കൂടെ സാഹചര്യങ്ങളും ഇതിനു മുന്നേ ഉള്ള ആളുടെ ജീവിതങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഉറപ്പായിട്ടും ഈ ഒരു നല്ലൊരു ആൺകുട്ടിക്ക് ആളുടെ സംസാരവും പെരുമാറ്റവും പ്രവൃത്തിയും എല്ലാം വളരെ നന്നായിരുന്നു. എന്തുകൊണ്ടും ആളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. നല്ലൊരു ആലോചന തന്നെ റെഡിയാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ആൾ പോയതിനു ശേഷം, പിന്നെ ആ പോകുന്നതിന് മുന്നേ ആൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയും അധികം രീതിയിൽ ഞാൻ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട് പല സർവീസുകളിലും. അപ്പം അറിയാലോ, ഓൺലൈൻ മാട്രിമോണിയലിൽ പോകുമ്പോൾ ജസ്റ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ അവിടെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിക്ക് പോകുന്നു. പക്ഷേ അതല്ലാതെ സപ്പോർട്ടുകളിലേക്കും പോകുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇത്രയും വൺ ബൈ വൺ ആയിട്ട് കേട്ടിരിക്കുകയും വീണ്ടും ഒരു പേയ്മെൻറ്റോ കാര്യങ്ങളോ പറയുന്നതിന് മുന്നേ തന്നെ വീണ്ടും എന്നെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും എന്നെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് വിളിച്ച് വരുത്തുകയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവിടം വരെയും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പോകുന്നതിന് മുൻപ് തന്നെ ആൾ നമ്മുടെ സർവീസിനെ കുറിച്ചും പേയ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ ചോദിച്ചു. ഈ രീതിയിലുള്ള സർവീസ് സപ്പോർട്ടിന് എത്ര പേയ്മെൻറ്റ് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറ്. ഇത് പറയുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല. ആൾക്ക് അത്രയും നിമിഷമുള്ള ആ ഒരു മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലൂടെ തോന്നിയത് ഈ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കൊരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ആളിൽ വരികയും നമ്മുടെ സർവീസ് സപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉടൻ തന്നെ സർവീസ് സപ്പോർട്ട് എടുക്കുകയും പേയ്മെൻറ്റ് അടയ്ക്കുകയും ആൾ തിരിച്ചു പോവുകയും ചെയ്തു. ആൾ പോയതിന് ശേഷം ആൾക്ക് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള മാച്ചസ്, പ്രപ്പോസലുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. നോക്കിയപ്പോൾ ഈ പറയുന്ന കണക്ക് ആലോചനകൾ നോക്കുമ്പോൾ നമ്മളൊരു കാസ്റ്റ് പറയുമ്പോൾ, പ്രായം പറയുമ്പോൾ ആ പ്രായത്തിനും കാസ്റ്റിനും താഴെ ഇഷ്ടം പോലെ ആലോചനകൾ വരും. പക്ഷേ അതെല്ലാം ഒരാൾക്ക് മാച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇൻ ഡെപ്തിൽ അത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പ്രപ്പോസൽ കണ്ട് അത് പ്രകാരം പെൺകുട്ടിയുടെ വീട്ടിൽ വിളിക്കുകയും ആ ഒരു ഒറ്റ പ്രപ്പോസൽ, നമ്മൾ ഇൻ ഡെപ്തിൽ ഒരു ആലോചന നമുക്ക് മാച്ചാണോ ഇല്ലേ എന്നുള്ളത് എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു മേഖല. അതാണ് മാച്ച് മേക്കർ എന്ന് പറയുന്നത്. ആ പ്രപ്പോസലിൽ തന്നെ ആൾക്ക് ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ആൾക്കും അത്ഭുതമായിരുന്നു. പ്രതീക്ഷിച്ച പോലെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് പോവും, പക്ഷേ എന്നിരുന്നാലും ഒരു ടെൻഷനും കാണും. ഓൾറെഡി എൻ്റെ ലൈഫിൽ സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കും ഇനിയും സംഭവിക്കുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ ഉടൻ തന്നെ ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് സെറ്റ് ആയിട്ടുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ നാട്ടിൽ ലീവിൽ വന്ന് നിൽക്കുന്ന ആളാണ്, അധികം സമയമില്ല. ഓക്കെ, ആ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് നടന്നു. പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പരസ്പരം ഇഷ്ടമായി, അവരുടെ രണ്ട് ഫാമിലിക്കും പരസ്പരം ഇഷ്ടമായി. ആൺകുട്ടിക്ക് ലീവ് കുറവായിരുന്നുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് അവിടെ കാണുന്നതിനും അവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും വേണ്ടിയിട്ട് എത്തിയായിരുന്നു. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, ആൺകുട്ടീനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഓൾറെഡി പറഞ്ഞ സ്റ്റോറികളെല്ലാം ഓൾറെഡി തന്നെ ഇൻഫോം ചെയ്തുകൊണ്ട് അതിലൊന്നും പ്രശ്നം വന്നില്ല. പക്ഷേ അവിടുത്തെ വീടും ചുറ്റുപാടും അവിടുത്തെ എന്തൊക്കെയോ പരിസരങ്ങൾ, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ മുന്നോട്ട് പോയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതിൽ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത പ്രപ്പോസലിലേക്ക് പോകാം എന്ന് പറയും. വീണ്ടും ആൾക്ക് വേണ്ടിയിട്ട് അടുത്ത പ്രപ്പോസലിലേക്ക് പോവുകയും നെക്സ്റ്റ് വീണ്ടും അവിടെ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് നടക്കുകയും ചെയ്തു. ഓക്കെ, പക്ഷേ ആ ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങും നേരിട്ട് പോയി കണ്ടപ്പോൾ പെൺകുട്ടിക്ക് ഫോട്ടോയിൽ കണ്ടതുപോലെയല്ല. പെൺകുട്ടി മെലിഞ്ഞിട്ടായിരുന്നു, ആൺകുട്ടിയും മെലിഞ്ഞിട്ടായിരുന്നു. എന്നിരുന്നാലും നേരിട്ട് പെൺകുട്ടീനെ പോയി കണ്ടപ്പോൾ ആൺകുട്ടീനേക്കാളും കുറച്ചും കൂടെ ഈ പറഞ്ഞ കണക്ക് മെലിഞ്ഞതായിരുന്നില്ല പെൺകുട്ടി. അപ്പോൾ അതുകൊണ്ട് എന്തോ പെൺകുട്ടി അതിൽ നിന്ന് പുറകോട്ട് പോയി. ആ കാരണത്താൽ ആ രണ്ടാമത്തെ ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഓക്കെ, രണ്ടാമത്തെ ബ്രൈഡ് ഗ്രൂം മീറ്റിങ്ങിലും സക്സസ് ആയിട്ടില്ല. അപ്പോൾ ആൾക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സമയമാകുന്നു. എന്തു ചെയ്യും?
ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഉടനെ തന്നെ ആൾ സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുകയും സമയമായിരിക്കുകയാണ്, എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്, തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായി, എന്താ ചെയ്യുക? 2 കണ്ടു, സർവീസ് സപ്പോർട്ട് നന്നായിരുന്നു, ആരുടെയും ഭാഗത്തുള്ള ഇത് നിർഭാഗ്യവശാൽ അത് നടന്നില്ല, ഇത്രയും നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ കുറച്ച് ദിവസങ്ങളുണ്ടെങ്കിലും ആ ഒരു സമയവും പാഴാക്കാത്ത തൊട്ടടുത്ത നിമിഷം തന്നെ ആൾക്ക് വേണ്ടിയിട്ട് വീണ്ടും പ്രപ്പോസൽ നോക്കി. ആ പ്രപ്പോസൽ നോക്കിയപ്പം സർവീസ് സപ്പോർട്ട് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ആൾക്ക് വേണ്ടിയിട്ട് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം നേരത്തെ ആൾക്ക് വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ രാവിലെ എന്നുള്ളൊരു വാക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരത്തെ തന്നെ ആൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പ്രൊഫൈൽസിലേക്ക് പോകണം, അല്ലെങ്കിൽ പ്രപ്പോസലിലേക്ക് പോകണം എന്നുള്ള തീരുമാനിച്ചു. ആൾക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു പ്രപ്പോസൽ വിളിച്ചപ്പോൾ പറഞ്ഞു, പെൺകുട്ടിയുടെ അച്ഛൻ വണ്ടി ഓടിക്കുകയായിരുന്നു. മോളെ ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുകയാണല്ലോ, ഓക്കെ സാരമില്ല അച്ഛാ, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വിളിക്കുന്നതിന് മുന്നേ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു വിളിച്ചു. എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോൾക്ക് വിവാഹാലോചന നോക്കുന്നുണ്ടല്ലേ, ആലോചന എന്തെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ഇല്ല മോളെ, ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു ഗ്രൂമിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പം പറഞ്ഞു, അയ്യോ മോളെ സമയമില്ലല്ലോ, ആൾക്കിപ്പം പെട്ടെന്ന് പോകണം, അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് ചോദിച്ചു. മോളും ഇപ്പോൾ വീട്ടിലില്ല, മോള് ജോലിക്കൊക്കെ പോവുകയാണ് എന്നുള്ള പറഞ്ഞു. അച്ഛൻ ഒരു കാര്യം ചെയ്യൂ, എന്തായിരുന്നാലും കുറച്ച് ദിവസങ്ങളെ ആൾക്കുള്ളൂ, ഒന്ന് ജസ്റ്റ് അപ്പോൾ ആളെവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒന്ന് കുട്ടീനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ അച്ഛന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ ആൺകുട്ടിയുടെ ആലോചനയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അച്ഛൻ്റെ മകൾക്ക് നല്ലൊരു ആലോചനയായിട്ട്, അച്ഛൻ്റെ മകൾക്ക് വന്ന നല്ലൊരു ആലോചനയായിട്ട് അച്ഛന് ഫീൽ ചെയ്തതുകൊണ്ടായിരിക്കാം അച്ഛൻ പറഞ്ഞു, ശരി എന്തായിരുന്നാലും അവരോട് വരാൻ പറയും എന്ന് പറയും. അപ്പോൾ ശരി എന്തായിരുന്നാലും അവരോട് വന്ന് പറയും. തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഗ്രൂമിനെ വിളിക്കുകയും പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ ഒരു ബ്രൈഡ് ഗ്രൂം മീറ്റിംഗ് ഉണ്ട്, ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കൂടെ വരാൻ ആരുമില്ലല്ലോ, ഇപ്പം പെട്ടെന്ന് എന്താ ചെയ്യുക? നമ്മുടെ സാഹചര്യം ഇതാണ്, ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് പോയി കാണണം. പെൺകുട്ടിയുടെ വീട്ടിലേക്കല്ല പോകുന്നത്, ആൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് പ്രകാരം അവരുടനെ തന്നെ റിലേറ്റീവിനെ അറേഞ്ച് ചെയ്യുകയും പോയി കാണുകയും ചെയ്ത്, പോയി കുട്ടീനെ കണ്ടിട്ട് പിന്നെ നടന്ന കാര്യം കണ്ടിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അച്ഛനാണ് അച്ഛനെ ഈ പറഞ്ഞ ഗ്രൂം പറഞ്ഞ് പോയി അവിടെ പെൺകുട്ടീനെ കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അവിടെ വെച്ച് തന്നെ ഇഷ്ടപ്പെടുകയും ഈ ഇവരുടെ ഈ ആൺകുട്ടിയുടെയും ബന്ധുവിൻ്റെയും സംസാരവും പെരുമാറ്റവും പ്രവൃത്തിയും കൊണ്ട് തന്നെ അച്ഛനും ഒരു ഇഷ്ടം തൊടുകയും ആ സമയം അച്ഛൻ അവരെ നേരിട്ട് തന്നെ ആ സമയത്ത് തന്നെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വീട്ടിലേക്ക് കണ്ടു പെൺകുട്ടിയുടെ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം കണ്ട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ ആൺകുട്ടി പറഞ്ഞു, ഞാൻ ഇത്ര ദിവസം ഇവിടെ നാട്ടിലുള്ളൂ, എന്താ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അവർ തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാം ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം, അതോടൊപ്പം തന്നെ ഒരു കാര്യം മുന്നേ കുട്ടി പറഞ്ഞല്ലോ, ഇതിനു മുമ്പേ വന്ന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവരുടെ വീടിൻ്റെ ചുറ്റുപാട് സാഹചര്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നും കൂടെ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുക്ക പറഞ്ഞുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി തന്നെ അവർ വന്നതുകൊണ്ട് തന്നെ ആ ആൺകുട്ടിക്ക് തിരിച്ചു പോകാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അബ്രോഡ്. അപ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ 2 ഫാമിലിയും കൂടെ തീരുമാനിച്ച് ഉടനെ തന്നെ ഒരു എൻഗേജ്മെൻറ്റ് നടത്തി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ആൺകുട്ടി തിരിച്ചു പോയി. പിന്നെ കുറച്ചധികം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾ തിരിച്ചു വന്നു, അവരുടെ വിവാഹവും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്നു. ഒരു പക്ഷേ ഒരിക്കലും പെട്ടെന്ന് ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് വിചാരിച്ച കാര്യം നടന്നപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ചിലരുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ്. അത് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നതും ഏറ്റവും വളരെ വലിയ കാര്യം തന്നെയാണ്. അത് ഇവരിലൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കുറവുകളും കൂടുതലും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ അതിന് തീവ്രമായിട്ട് പരിശ്രമിക്കുക, കാണേണ്ടവരെ കാണുക, അതിനനുസരിച്ചിട്ട് നമുക്കതിന് റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു മാച്ച് മേക്കിംഗ് സ്റ്റോറിയായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ.